നമസ്കാരം. ചില പാട്ടുകളില്ലേ, ഇന്റർനെറ്റിൽ എവിടെന്നോ കേൾക്കും, പിന്നെ അത് നമ്മളെ വിട്ടുപോവില്ല. ഉള്ളിലൊരു ഭാരം പോലെ കിടക്കും. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു പാട്ടിന്റെ അവിശ്വസനീയമായ കഥയാണ് പറയാൻ പോകുന്നത്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങൾ യൂട്യൂബിലോ മറ്റു വെറുതെ സ്ക്രോൾ ചെയ്യുകയാണ്. പെട്ടെന്നൊരു പാട്ട് കേൾക്കുന്നു. ഭാഷ ഏതാണെന്നൊരു പിടിയുമില്ല, വരികളൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ആ സംഗീതം, ആ ശബ്ദം, അത് നിങ്ങളെ അങ്ങോട്ട് പിടിച്ചുലക്കുകയാണ്. ഉള്ളിൽ എന്തോ ഒരു ഭാരം കയറ്റിവെച്ച പോലെ. അപ്പൊ സ്വാഭാവികമായും കുറേ ചോദ്യങ്ങൾ വരും, അല്ലേ? ആരാണിത് പാടിയത്? ഇതേത് ഭാഷയാ? എന്താണിതിൻ്റെയൊക്കെ അർത്ഥം? വർഷങ്ങളോളം, ഏകദേശം ഒരു 2013 തൊട്ട് ഫോർ ഹവ ആൻഡ് ഐമിന എന്ന പേരിൽ വൈറലായ ഒരു പാട്ടിനെപ്പറ്റി ഇന്റർനെറ്റ് മുഴുവൻ ചോദിച്ചുകൊണ്ടിരുന്നത് ഈ ചോദ്യങ്ങളായിരുന്നു. അതിന് ചുറ്റുമൊരു ഭയങ്കര മിസ്റ്ററിയായിരുന്നു. അപ്പോ നമുക്കീ കഥയുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഒരു ഇന്റർനെറ്റ് പ്രേതം. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തൊക്കെയായിരുന്നു അറിയാമായിരുന്നത്? അതിന്റെ പേര് ഫോർ ഹവ ആൻഡ് ഐമിന എന്നായിരുന്നു. ചിലയിടത്ത് സ്ട്രഗ്ലിംഗ് ഫോർ നിർവാണ ത്രൂ എന്നും കണ്ടിരുന്നു. ആരാ പാടിയതെന്നോ ഏത് ഭാഷയാണെന്നോ ആർക്കും ഒരെത്തും പിടിയുമില്ലായിരുന്നു. കമന്റ് സെക്ഷനിലൊക്കെ വലിയ ചർച്ചകളാ. ചിലർ പറയും ഇത് അറബിക്കാണെന്ന്, മറ്റു ചിലർ തർക്കിക്കും അല്ല ഇത് പേർഷ്യനാണെന്ന്. സത്യം പറഞ്ഞാൽ ആ ഒരു നിഗൂഢത തന്നെയായിരുന്നു ആ പാട്ടിന്റെ ഏറ്റവും വലിയ ആകർഷണം. കേൾക്കുമ്പോൾ ഭയങ്കര ഹെവി ഫീൽ, ഒരു വല്ലാത്ത വിഷാദം. അങ്ങനെ ശരിക്കിലുള്ള വിവരങ്ങളൊന്നും കിട്ടാതായപ്പോൾ ആളുകൾ എന്തു ചെയ്യും? അതിനെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടുത്താൻ നോക്കും. അങ്ങനെയാണ് ഈ പാട്ട് വിച്ച് ഹൗസ് എന്നൊരു ഇലക്ട്രോണിക് മ്യൂസിക് സ്റ്റൈലിന്റെ ഭാഗമാണെന്ന് പലരും പറയാൻ തുടങ്ങിയത്. അപ്പോ എന്താണ് ഈ വിച്ച് ഹൗസ്? ഇത് നമ്മൾ സാധാരണ കേൾക്കുന്ന ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക് പോലെയല്ല, ഭയങ്കര ഡാർക്കായിട്ടുള്ള പരീക്ഷണാത്മകമായ ഒന്നാണിത്. കേൾക്കുന്നവരിൽ ഒരു അസ്വസ്ഥത, വിഷാദം, ചിലപ്പോൾ ഒരു ഭയം പോലെയൊക്കെ ഉണ്ടാക്കാനാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പെടലിന്റെ സൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഇത് വിച്ച് ഹൗസ് ആണെന്ന് തോന്നിയത്? കാരണമുണ്ട്. ഒന്ന്, ഇതിന്റെ വേഗത വളരെ പതിയെയാണ്, ഡാൻസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. പിന്നെ ഡ്രം ബീറ്റ്സ്, ഭൂമി കുലുങ്ങുന്ന പോലത്തെ ഭയങ്കര ഹെവി ബീറ്റ്സ്. ഏറ്റവും പ്രധാനം അതിലെ വോക്കൽസാണ്. അതൊരു സാധാരണ മനുഷ്യശബ്ദം പോലെയല്ല, പിച്ചു കുറച്ച് ഡിസ്റ്റോർട്ട് ചെയ്ത് ഒരു പ്രേതത്തിന്റെ മന്ത്രണം പോലെയാണത് കേൾക്കുന്നത്. അതുകൊണ്ട് ഭാഷയൊന്നും മനസ്സിലായില്ലെങ്കിലും ആ ദുഃഖവും ഉത്കണ്ഠയും ഏകാന്തതയുമൊക്കെ എല്ലാവർക്കും ഫീൽ ചെയ്തു. പക്ഷേ വർഷങ്ങളോളം ആളുകൾ വിശ്വസിച്ചിരുന്നത് ഇതാണെങ്കിലും യഥാർത്ഥ കഥ ഇതൊന്നുമായിരുന്നില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് യഥാർത്ഥ ട്വിസ്റ്റ്. ഈ കേട്ടതൊന്നും ഒരു ഇലക്ട്രോണിക് മ്യൂസിക് അല്ലായിരുന്നെങ്കിലോ? അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഇന്റർനെറ്റിന്റെ ഏതോ ഒരു കോണിലിരുന്ന മാലിദ്വീപിൽ നിന്നുള്ള കുറച്ചുപേർ ഈ പാട്ട് കേൾക്കാനിടയായി. അവർക്കത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി, ഇതോടെ ആ വലിയ നിഗൂഢതയുടെ ചുരുളഴിഞ്ഞു. ആളുകൾ വിചാരിച്ചതുപോലെ ഇതൊരു മോഡേൺ ഇലക്ട്രോണിക് ട്രാക്കേ അല്ലായിരുന്നു, അതൊരു വിശുദ്ധ കാവ്യമായിരുന്നു. അവര് പറഞ്ഞു ഇത് മധായാണെന്ന്. മാലിദ്വീപിലെ പ്രാദേശിക ഭാഷയായ ദിവേഹിയിലുള്ള വളരെ പുരാതനമായ ആത്മീയമായ ഒരു കാവ്യരൂപമാണ് മധ. സാധാരണയായി ദൈവത്തെയോ പ്രവാചകനെയോ സ്തുതിക്കാനും ജീവിതത്തെയും മരണത്തെയും കുറിച്ചൊക്കെ ചിന്തിക്കാനുമാണ് ഇതുപയോഗിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, അത്രയും പവിത്രമായി കാണുന്ന ഒരു പ്രാർത്ഥനയാണ്, ഒരു കാവ്യമാണ്, ആരോ എടുത്ത് റീമിക്സ് ചെയ്ത് ഒരു ഡാർക്ക് ഭയപ്പെടുത്തുന്ന ഇലക്ട്രോണിക് ട്രാക്കാക്കി മാറ്റിയത്. വിശുദ്ധമായ ഒന്നിനെ അശുദ്ധമാക്കി മാറ്റി. ഒരു പ്രാർത്ഥന ഒരു ഇന്റർനെറ്റ് മീമായി മാറി. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ആ കവിതയുടെ പിന്നിലെ യഥാർത്ഥ കഥ അതിന്റെ ഇലക്ട്രോണിക് രൂപത്തേക്കാളൊക്കെ എത്രയോ ഹൃദയഭേദകമായിരുന്നു. ആ വരികൾക്ക് പിന്നിൽ ഒരാളുടെ അവസാന നിമിഷങ്ങളുണ്ടായിരുന്നു. ഈ കവിത എഴുതിയ ആളുടെ പേര് ഹസൻ ഷിഫാസ് എന്നായിരുന്നു. അദ്ദേഹത്തെ സുഹൃത്തുക്കളൊക്കെ സ്നേഹത്തോടെ പിങ്കി എന്നാണ് വിളിച്ചിരുന്നത്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് വളരെ സങ്കടകരമായ ഒന്നാണ്. ഷിഫാസ് ഈ കവിത എഴുതുന്നത് സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിനിടയിലാണ്. മരണം തൊട്ടുമുമ്പിൽ നിൽക്കുമ്പോൾ ഒരു വിടവാങ്ങൽ പോലെയാണ് അദ്ദേഹം ഈ വരികൾ കുറിച്ചത്. അധികം വൈകാതെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അപ്പം നമ്മൾ കേട്ടത് വെറുമൊരു പാട്ടല്ല, മരിക്കുന്നതിന് തൊട്ടുമുൻപ് ഒരാൾ എഴുതിയ അവസാന വാക്കുകളാണ്. അപ്പൊ ആ ട്രാക്കിന്റെ പേരോർമ്മയില്ലേ? ഫോർ ഹവ ആൻഡ് ഐമിന. ആ പേരിന് പിന്നിലെ വേദന എന്താണെന്ന് ഈ വരികൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. ഐമിനയും ഹവയും ഇനി എന്റെ ജീവിതത്തിലില്ല. അവരദ്ദേഹത്തിന്റെ മക്കളായിരുന്നു. അത് സ്വന്തം മക്കളെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്നറിയാവുന്നൊരച്ഛന്റെ വിലാപമായിരുന്നു. എന്നാൽ പിങ്കിയുടെ കവിത ആ വ്യക്തിപരമായ ദുഃഖത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അതിൽ ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള വലിയൊരു ഫിലോസഫി ഉണ്ടായിരുന്നു. മണ്ണിൽ നിന്ന്, ബീജത്തിൽ നിന്ന് ജീവനിലേക്ക്, പിന്നെ നശിച്ചു വീണ്ടും മണ്ണിലേക്ക്. കണ്ടില്ലേ?
മനുഷ്യന്റെ ജീവിതചക്രത്തെ മുഴുവൻ ആ കുറഞ്ഞ വാക്കുകളിൽ അദ്ദേഹം ഒതുക്കി. അപ്പോ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും, അല്ലേ? ഇത്രയും പേഴ്സണലായ, വേദന നിറഞ്ഞ അവസാന വാക്കുകൾ എങ്ങനെയാണ് ലോകം മുഴുവൻ കേൾക്കുന്ന ഒരു ഇന്റർനെറ്റ് സെൻസേഷനായി മാറിയത്? അതാണ് കലയുടെയും ദുഃഖത്തിന്റെയും അമരത്വത്തിന്റെയും കഥ. ഇതോടെ നമ്മൾ കഥയിലെ അവസാനത്തെ ഉത്തരം കിട്ടാത്ത നിഗൂഢതയിലേക്ക് എത്തുകയാണ്. ആരായിരുന്നു മിസ്റ്റർ എഡുഹാനി? ഷിഫാസിന്റെ ഈ പ്രാർത്ഥനയെ എടുത്ത് ഒരു ഡാർക്ക് ട്രാക്കാക്കി മാറ്റിയ ആ അജ്ഞാത യൂട്യൂബ് യൂസർ, അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു? ഇന്നും അതൊരു രഹസ്യമായി തുടരുന്നു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നുണ്ട്. ഈ റീമിക്സ് ഒരു ആദരവാണോ അതോ അനാദരവാണോ? ഒരു വശത്ത് നോക്കിയാൽ ഒരാളുടെ സ്വകാര്യ ദുഃഖത്തെ ഇന്റർനെറ്റ് പ്രശസ്തിക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയാം. ഒരു വിശുദ്ധ പ്രാർത്ഥനയെ അതിന്റെ അർത്ഥം കളഞ്ഞൊരു ക്രീപ്പി സോങ്ങാക്കി മാറ്റി. എന്നാൽ മറുവശത്ത് ചിന്തിച്ചാലോ, ഈ റീമിക്സ് ഇല്ലായിരുന്നെങ്കിൽ ഹസൻ ഷിഫാസിന്റെ ഈ അവസാന വാക്കുകൾ സിറിയയിലെ യുദ്ധഭൂമിയിൽ ആരും അറിയാതെ മറഞ്ഞുപോയേനെ. ഈ പാട്ടിലൂടെ അദ്ദേഹത്തിന്റെ കഥയ്ക്കും ശബ്ദത്തിനും ഒരുതരം അമരത്വം ലഭിച്ചില്ലേ? ഇത് ശരിക്കും ഒരു അത്ഭുതമാണ്. ഒരേ പാട്ട്, പക്ഷെ അത് കേൾക്കുന്ന ആളിനനുസരിച്ച് അതിന്റെ അർത്ഥം പൂർണ്ണമായും മാറുന്നു. മാലിദ്വീപിലുള്ള ഒരാൾക്ക് അതൊരു വിശുദ്ധ മദ്ദഹയാണ്. യൂറോപ്പിലൊരു ക്ലബ്ബിലിരിക്കുന്ന ആൾക്ക് അതൊരു ഡാർക്ക് ടെക്നോ ട്രാക്ക്. എന്നാൽ ഈ കഥ മുഴുവൻ അറിയുന്ന നമുക്കോ? മരിക്കാൻ പോകുന്ന ഒരാളുടെ അവസാന വാക്കുകൾ, 1-3 ഗാനങ്ങൾ. അപ്പോൾ നമ്മളെ ചിന്തിപ്പിക്കുന്നൊരു ചോദ്യം ഇവിടെ ബാക്കിയാവുന്നു. ഒരു കലാസൃഷ്ടി, അതെത്ര വ്യക്തിപരമായാലും ലോകവുമായി പങ്കുവെക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ആരുടേതാണ്? അതിന്റെ ഉടമസ്ഥനാരാണ്? ഒരു പക്ഷേ അടുത്ത തവണ നിങ്ങൾ അർത്ഥമറിയാത്തൊരു പാട്ട് കേട്ട് അതിൽ ലയിച്ചു പോകുമ്പോൾ ഈ കഥയും ഈ ചോദ്യവും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നേക്കാം.